പെട്ടല്ലോ മക്കളെ. ഉഫ്, ആരാ പെട്ടെന്നല്ലേ? ഒബയോസി ദിയ കൃഷ്ണ അവരുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു സ്കാമിങ്, ജോലിക്കാർ അവരുടെ പൈസ അടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളും അതിൻ്റെ പിന്നാലെ ഇവർ കേസ് കൊടുത്തതും അതിന് കൗണ്ടർ കേസായിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്നും മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടു, സംസാരിച്ചു. ഇപ്പോൾ അതിനെല്ലാം ഒരു വഴിത്തിരിവായിരിക്കുകയാണ്. കുറേയധികം വിശേഷങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മീഡിയയുടെ മുന്നിൽ വന്ന് ഘോരഘോരം വാദിച്ച പെൺകുട്ടികൾ പൂച്ചക്കുട്ടികളെപ്പോലെ പതുങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്, കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കൂ. നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് ഓടിച്ചാടി വന്ന് വീഡിയോകൾ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കേണ്ട, നേരെ കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, സത്യമെന്ന് പറയുന്നത് ചിലപ്പം പുറത്തേക്ക് വരാൻ അല്പം വൈകുമായിരിക്കും, പക്ഷെ ഒരു കാലം അത് വരാതിരിക്കില്ല. ദിയയെക്കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല പല വിഷയങ്ങൾ വരുമ്പോൾ അതിലെല്ലാം ദിയയ്ക്ക് എഗെയിൻസ്റ്റാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ ദിയയുടെ ഒപ്പം നിൽക്കാൻ കാരണം, അല്ലെങ്കിൽ ദിയയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കാരണം, എവിടേക്കോ ആ കുട്ടിയുടെ സംസാരത്തിൽ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ 3 പെൺകുട്ടികൾ, ഇവരുടെ ജോലി സ്ഥലത്ത് നിന്ന് 3 പെൺകുട്ടികൾ, അവരുടെ സംസാരത്തിൽ കുറേ കള്ളങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ അവർ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് ഈ പെൺകുട്ടികൾ അവർ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നുണ്ട്. ഇതിനെയാണ് ഈ പെൺകുട്ടികൾ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, പച്ചവെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ ചോറ് കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത്. ഒരു ജോലി സ്ഥലം, ഒരു ഹ്യൂജ് എമൗണ്ട് അവിടേക്ക് വരുന്നു. അങ്ങനെ ആ വലിയൊരു എമൗണ്ടൊക്കെ അവിടേക്ക് വരുമ്പോൾ സ്റ്റാഫുകൾ 3 പേരാണുള്ളത്. 3 പേരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കുന്നു, കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുപോകാം, ആരും അറിയാൻ പോകുന്നില്ല. ഈ പെൺകുട്ടികൾ തന്നെ പറയുന്നൊരു വാചകമാണ്, ഞങ്ങൾ സാധാരണക്കാരല്ലേ, സാധാരണക്കാരൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതാണേ, അല്ലെങ്കിൽ ലേശം തലയ്ക്ക് ആൾ താമസം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. കാരണം ഈ ഫാമിലി എന്ന് പറയുന്നത് കുടുംബത്തിലുള്ള 5 പേർക്കും യൂട്യൂബ് ചാനലുള്ളതാണ്. 5 പേരും അവരുടെ ലൈഫ് പബ്ലിക്കിന് മുന്നിൽ കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്കിതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് 2 പേര്. ഒന്ന് ദിയ തന്നെയാണ്, 2 അഹാനയാണ്. ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ദിയയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അഹാന ഹാൻഡിൽ ചെയ്തു. പിന്നെ ഇവരുടെ ഹോൾ ഫാമിലി ഈ വിഷയത്തിൽ ദിയയുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് അഹാനയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ പെൺകുട്ടികളോട്. അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ സ്കാനർ ഉപയോഗിച്ചാണ് പൈസ അതിലേക്ക് മേടിച്ചുകൊണ്ടിരുന്നത്, അതും മൊബൈലിലാണ് സ്കാനർ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് കോമഡി. അങ്ങനെ സ്കാനർ കാണിച്ചു കൊടുത്ത് കാശ് കളക്ട് ചെയ്തു. എമൗണ്ട് ഒന്നും ഇവർക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. പലപ്പോഴും പല എമൗണ്ടാണ് പറയുന്നത്, 50,000, 25,000, 2,000, 5,000, അങ്ങനെ പല എമൗണ്ട് പറയുന്നുണ്ട്. ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവർ കാണിക്കുന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, അധികം ലേറ്റ് ആക്കണ്ട, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അഹാന പറയുന്നത്, അഹാന ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഇവരെ കൊടുക്കുന്ന മറുപടി എന്തൊക്കെയാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് ഇവർ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇത്രയും ഘോരം വാദിച്ചത്. അത് ഉറപ്പാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ആരുടെയോ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ആരുടെയോ ഒരു സപ്പോർട്ട് ഇവർക്കുണ്ട്, അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്ത രീതിയിൽ ഇവർ വന്ന് സംസാരിക്കുന്നതല്ലാണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമുക്കെന്തായാലും അഹാനയുടെ ആ ചോദ്യം ചെയ്യലും ഇവരുടെ മറുപടിയൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. എന്താണ് ചെയ്തത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്, ഇവര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആകുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. അതാരായിരിക്കും ഐഡിയ കൊടുത്തത്? ഞാൻ ഇപ്പൊ ഇവിടെ കണ്ണടച്ച് പറയാൻ പറ്റുന്നത് ഇവർ പറയുന്നില്ല. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആദ്യമൊന്നും മറുപടി പറയാനില്ല. ആദ്യം ഇതൊരു ഏകദേശം ഈ വീഡിയോയുടെ 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒന്ന് വാ തുറന്നത്. അതുവരെ ഇവർ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആരാണ് ഈ കാശ് ആദ്യമായിട്ട് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞു, വിശ്വാസവഞ്ചനയാണ്. കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, ആ കുട്ടിക്ക് ആ സമയത്ത് ഈ പറയുന്ന ഷോപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല. ആ അവസരത്തിൽ ഇവർ മുതലെടുക്കുക ചെയ്തത്. എവിടെയാണെങ്കിലും കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, ജോലി ചെയ്താലേ കാശ് കൊടുക്കുള്ളൂ.
ഇവരും ചിലപ്പോൾ ജോലിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുമ്പോൾ ചീത്ത പറയുമായിരിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയുമായിരിക്കും. അപ്പോൾ അത് എല്ലാ സ്ഥാപനങ്ങളും ഉള്ളതാണ്. ഇവിടെ ഈ പൂച്ചകളെ പോലെ ഇരിക്കുന്ന കുട്ടികളാണ് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഘോരം പ്രസംഗിച്ചത്. ദിയെ ജാതി അധിക്ഷേപം നടത്തി, അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു അക്ഷരം മിണ്ടാതിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ മുക്കി ഓരോന്നും പറയുന്നുണ്ട്. സ്കാനർ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഇവർ വളരെ വ്യക്തമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. ആ ഷോപ്പിൻ്റെ സ്കാനർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നു, മാം ഞങ്ങളിപ്പോൾ ക്യാഷ് ആയിട്ടാണ് മേടിക്കുന്നത്, ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടോളൂ, ഈ സ്കാനർ കാണിച്ചിട്ട് പറയുകയാണ്. എത്ര വിദഗ്ധമായിട്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് പൂച്ചകളെ പോലെ വന്നിരിക്കുന്നത്. ഇവിടെ പൂച്ചകളെ പോലെ വന്നിരിക്കുന്നു, അപ്പുറത്ത് പുലികളെ പോലെ ആക്രോശിക്കുന്നു. എന്ത് രസമല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. ബാക്കി കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാത്രിയൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ ഇത് എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്തത്? എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാന്ന്. സത്യം പറ, നീ കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ഡിവ ടേക്കിംഗ്. പെരുങ്കള്ളികളാണ്. ഒന്നുപോലും ഇങ്ങനെ എന്താ പറയുക, മുക്കി പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഈ നടുക്കിരിക്കുന്ന ആ കുട്ടിയാണ് ശരിക്കും ഇവരുടെ നേതാവെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം ആ കുട്ടിയാണ് മീഡിയയുടെ മുന്നിലും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തത്. അപ്പോൾ ഈ കുട്ടിയായിരിക്കാം ഒരു പക്ഷേ ഇതിനെ മുന്നിട്ട് നിന്നതും ബാക്കി രണ്ടുപേരെയും കൂട്ടാളികളായിട്ട് കൂടെ കൂട്ടിയതും കാശിങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതും. സമ്മതിക്കണം കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ബാക്കി അതെനിക്ക് കിട്ടില്ല. അവിടെ ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചേ. CCTV മിക്കവാറും ഓഫായിരിക്കും. പറയുമ്പോൾ എന്താ, കറണ്ട് ഇല്ല ചേച്ചി. സംഭവം എന്താ, ഇവർ ഈ ചെയ്യുന്ന പരിപാടികൾ പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടി CCTV ഓഫ് ചെയ്തിടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്ന്. പ്ലാൻഡ് ആണ്, എത്രയോ നാളത്തെ പ്ലാനിങ് ആയിരിക്കും. ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുത്തപ്പോ ഇവര് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു പറഞ്ഞിട്ട് ഇവര് വൈകുന്നേരം വരെ അവിടെ വെയിറ്റ് ചെയ്തു. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തു നിന്നു 5 മണിക്ക് ശേഷം. എന്നിട്ട് 7000 എണ്ണി മേടിച്ചിട്ടാ പോയത്. ആ പൈസ എവിടെ? അത് അന്ന് തന്നെ ഇവര് ഹയാത്തിൽ പോയിട്ടുണ്ടോ? 100% പെട്ടു മക്കളെ. കാരണം ഇവർക്ക് ഈ പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും സാധനം മേടിച്ച കസ്റ്റമേഴ്സ് ഒരുപാട് പേർക്ക് ഇവർക്ക് സ്ക്രീൻഷോട്ടും വോയിസ് റെക്കോർഡൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഈ ദിയ ഇരുന്ന് സംസാരിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോഴേക്കും കാശായിട്ട് കിട്ടിയാൽ മതി, ATM പോയിട്ട് എടുത്തുകൊണ്ട് വരും, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഇവർ ബ്രില്യൻസ് ആണ്. ഇനി ഇത് കുറച്ചുകൂടെ ഉണ്ട് ആ വീഡിയോ, ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല. എൻഡിൽ ഇവർ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ വന്ന ആൾക്കാരും കൂടെയാണ് പുറത്തേക്ക് പോകുന്നതും. അതിനുശേഷം പിന്നെ ഈ കുട്ടികളെ ഇവർ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് കിഡ്നാപ്പിംഗ് ആയിട്ട് മാറുന്നത്? നമുക്കതൊന്ന് കാണാം. അഹാന വെള്ളം കൊടുക്കുന്നുണ്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി. അഹാന കുടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇനി ഈ വെള്ളം വിഷമാണെന്നൊക്കെ വിചാരിച്ചാലോ, അല്ലെങ്കിൽ പറഞ്ഞ് പരത്തിയാലോ, അവിടെ കുടിച്ച് കാണിക്കുന്നുണ്ട്. വാങ്ങുന്നില്ല, പുറത്തേക്ക് പോവുകയാണ്. They leaving our office saying they will settle maximum amount within time. പുറത്തേക്ക് പോകുന്നു. അവർ പുറത്തേക്ക് പോവുകയാണ്. പിന്നെ എവിടെയാണ് ഇതിനകത്ത് കിഡ്നാപ്പിംഗ്? ഇവർ പറഞ്ഞ് ഇവരെ തടഞ്ഞു വെച്ചു, കിഡ്നാപ്പ് ചെയ്ത് വെച്ചു, കുറേ പേര് കൂടി നിന്നിട്ടാണ് ചോദ്യം ചെയ്തത് എന്നൊക്കെയാണ് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. ഇതിലെവിടെയാണ് കിഡ്നാപ്പിംഗ്? അവർ പുറത്തേക്ക് പോവുകയാണ്, പിന്നെ പിടിച്ചുകൊണ്ട് വന്നോ? ഒന്നുമല്ല. അപ്പം 100% ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതല്ലാന്ന് കാണിക്കാൻ വേണ്ടി കൗണ്ടർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. അഡ്വക്കേറ്റിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ജാതി അധിക്ഷേപവും അങ്ങനെ കുറേ സംഭവങ്ങൾ കുത്തിക്കയറ്റുന്നു. എങ്കിൽ മാത്രമല്ലേ കേസിന് ബലം കിട്ടുള്ളൂ. ഇനി ഇതേ പെൺകുട്ടികൾ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന രീതി നമുക്കൊന്ന് കാണാം. അത് കുറച്ച് മുന്നേ നമ്മൾ കാണിച്ചതാണ്, എന്നാലും അതിൻ്റെ വേറൊരു വേർഷനുണ്ട്, അതൊന്ന് കാണാം.
അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്, നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും, നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. മുൻപ് ദിയയുടെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ വിളിച്ച് ദിയ സംസാരിക്കുന്നത്. നമുക്ക് ആർക്കാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ₹1 നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാൾ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും? സൗമ്യമായിട്ട് ശാന്തമായിട്ട് സംസാരിക്കുമോ? അല്ലല്ലോ, വളരെ പരുഷമായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ചീത്ത പറയാം. അത് ആ ഫോൺ കോളിൽ ദിയ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫോൺ കോളൊന്നും വെക്കുന്നില്ല. ദിയ തെറി പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ കൊണ്ടാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിക്കൊണ്ട് പോയ 3 സ്കാമേഴ്സിനെ പിടിച്ചപ്പോൾ അവർ റിയാക്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. ആ റിയാക്ഷൻ വെച്ചിട്ടാണ് ഇവർ ഈ വധഭീഷണി അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ പറയുന്നത്. ട്രെൻഡിങ് നമ്പർ 1 ആക്കും. അത് ആ ഒരു ഇമോഷൻ്റെ പുറത്ത് അവർ പറയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അവർ വീഡിയോ ഇടുമ്പോൾ ട്രെൻഡിങ് നമ്പർ 1 ആവുമായിരിക്കും. ഇവർ ഈ ഉടായ്പ് കാണിച്ചിട്ടല്ലേ? ഈ പെൺകുട്ടികൾ ഇതിനകത്ത് മീഡിയ വന്നു സംസാരിക്കുന്ന ഈ പെൺകുട്ടികളാണ് അവരുടെ മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോൾ പൂച്ചകളെ പോലെ സംസാരിച്ചത്. ഇപ്പോൾ സംസാരിക്കുന്ന ഈ പെൺകുട്ടിയാണ് ഇതിൻ്റെ നേതാവെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നോക്കാം ബാക്കി. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അവര് ഞങ്ങളെ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് അവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഇവരോട് കുത്തി ചോദിക്കല്ലേ, നിങ്ങൾ എന്താ അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ എടുത്തത്, നിങ്ങൾ എന്ത് മാർഗമാണ് ഉപയോഗിച്ചത്, ഒക്കെയല്ലേ ചോദിക്കുന്നത്. അവിടെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതല്ലാണ്ട് മർദ്ദന മുറകളോ അല്ലെങ്കിൽ വേറെ അടിക്കോ പിടിക്കോ ഒന്നും ചെയ്തിട്ടല്ലല്ലോ പറയിപ്പിക്കുന്നത്. അവർ ചോദ്യം ചെയ്തപ്പോൾ കള്ളികളെ പോലെ ഇരുന്നുകൊണ്ട് ഒന്നും പറയാതിരുന്നത് നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ആ പോലീസുകാരനെ പോലെ നിന്ന ആൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഉളുപ്പുണ്ടോ ഒരല്പം? ഈ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് വെക്കുന്നില്ല. ഇതാണ് ഇവരുടെ ഒരു വേ ഓഫ് ടോക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് പച്ചക്കള്ളങ്ങൾ. അഡ്വക്കേറ്റ് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട കാര്യങ്ങൾ അതുപോലെ വന്ന് വോമിറ്റ് ചെയ്യാണ് മീഡിയയുടെ മുന്നിൽ. അതല്ലാണ്ട് വേറൊന്നുമില്ല. ഇനി എൻ്റെ ഒരു സംശയം, കഴിഞ്ഞ 1 വർഷമായി ഇവർ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയുടെ ആ ഒരു ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് അവർക്കൊരു ഡാമേജ് ആയ പ്രോഡക്റ്റ് കിട്ടി. അവരോട് സംസാരിച്ചതും ഈ പെൺകുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ ആദ്യം. ഒരുപക്ഷെ ഈ പെൺകുട്ടികളുടെ മോശം സംസാരം കൊണ്ടിട്ടായിരിക്കും അവർ പ്രൊവോക്ഡ് ആയതും അവർ വീഡിയോ ചെയ്തതും അത് വലിയൊരു വിഷയമായിട്ട് മാറിയതും ദിയക്കെതിരെ ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഇവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സത്യം ഡെഫിനറ്റ്ലി ദിയയുടെ ഭാഗത്താണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.